നമസ്കാരം. ഒരു നാട് മുഴുവൻ നടുങ്ങിയ വയനാട് ദുരന്തം വലിയ ഞെട്ടലോടെയാണ് കേരളക്കര ഒരു ദിവസം രാവിലെ കേൾക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര നിലപാട് കേന്ദ്രം പ്രഖ്യാപിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ചത്. എന്താണ് ഒരു MP എന്ന നിലയിൽ തനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? അത് താൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള വയനാട്ടുകാരോടുള്ള ഉറപ്പ് ഇപ്പോൾ പാലിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി കത്തിക്കയറിയിരിക്കുകയാണ്. ഇനിയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി കേന്ദ്രം അവസാനിപ്പിക്കണം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാക്കേജ് ഗ്രാൻഡായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. പ്രത്യേക പാക്കേജിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വലിയ ബഹളം ഉണ്ടായിരുന്നു. എന്നാൽ എത്ര ബഹളം ഉണ്ടാക്കിയാലും തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ താൻ പിന്മാറുകയുള്ളൂ എന്ന ഒറ്റ നിലപാടായിരുന്നു പ്രിയങ്ക സ്വീകരിച്ചത്. വയനാട് ചൂരൽമലയിലെ ദുരിതബാധിതരുടെ അവസ്ഥ പരിഗണിച്ച് കേന്ദ്ര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി ഈ വിഷയം സഭയിലും ഇപ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പോയിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരവും ഉണ്ടാക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി കേരളത്തിലെ ദുരന്തബാധ പ്രദേശമൊക്കെ തന്നെ സന്ദർശിച്ചപ്പോൾ കേന്ദ്രം സഹായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു കേരളം കരുതിയിരുന്നത്. എന്നാൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം അപ്പാടെ തള്ളിക്കളയുകയും അതൊന്നും തന്നെ നിറവേറ്റപ്പെട്ടില്ല എന്ന് പ്രിയങ്ക പറഞ്ഞതോടെയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ബഹളം തുടങ്ങിയത്. പ്രിയങ്കയുടെ ഓരോ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഭരണപക്ഷം മറുപടി പറഞ്ഞില്ല. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സഭയിലെ ആരോപണങ്ങളിലൂടെയും വയനാട്ടിലെ വിഷയം വീണ്ടും സജീവമാക്കി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വയനാട് MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. എന്നാൽ കേരളത്തെ ഞെട്ടിച്ച ആ വയനാട് ദുരന്തത്തെ നിസ്സാരമായി കാണുന്ന ഒരു സമീപനമാണ് BJP നേതാക്കൾക്കുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ BJP നേതാക്കൾ പോലും വയനാട് ദുരന്തത്തെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമായി കാണുന്നില്ല എന്നതാണ് സത്യം. കാരണം കേരളത്തിലെ BJP നേതാക്കളെയൊക്കെ സംബന്ധിച്ച് അവർ മോദിയും അമിത്ഷായും എന്താണോ പറയുന്നത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു രീതിയാണ്. എന്നാൽ വയനാടിൻ്റെ അവസ്ഥ അത് കൃത്യമായി പറഞ്ഞ് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കുവാൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ സാധിക്കുന്നില്ല. അവിടെയാണ് ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ സഭയിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പ്രിയങ്കയുടെ ഈ നീക്കം ഭരണപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.